പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ശേഷം ആ സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെ തന്നെയായിരുന്നു നടത്തേണ്ടത് എന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്ന് പ്രസംഗിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേതൃത്വത്തിന് നിലപാട് തന്നെ വിരുദ്ധമാണോ? നേതൃത്വത്തെ വെല്ലുവിളിച്ചു. ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് നടത്തിയ പ്രസംഗം അതൊരു പ്രകോപന പ്രസംഗമായിരുന്നു. അതൊരു പാർട്ടി നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഒരു വിവേകത്തോടു കൂടിയുള്ള പ്രസംഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് അല്പം കടന്ന കൈയായിപ്പോയി. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPIM കേന്ദ്ര കമ്മിറ്റി വളരെ വിശാലമായി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുകയും എന്തുകൊണ്ടാണ് കേരളത്തിൽ പിഴവുകൾ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് പാർട്ടിക്ക് തിരിച്ചടി സംഭവിച്ചത് എന്നത് കൃത്യമായി വിലയിരുത്തി കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ അവലോകന റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ അവലോകന റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം അമ്പേ പാളി എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ അവലോകന റിപ്പോർട്ടിൻ്റെ 8ാം പേജിൽ ദ സ്റ്റേറ്റ് റിവ്യൂ റിപ്പോർട്ട് അക്സെപ്റ്റ് ഓൾ ലാപ്സസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് particularly Kannur district. This failure sent a negative message to entire state. കണ്ണൂരിലെ ഈ സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാനം മുഴുവൻ ഒരു തെറ്റായ സന്ദേശം പരത്തിയെന്നാണ് ഈ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നത്. The selection of candidate in Taliparamba and Payyanur was not decided taking sufficient care, which was admitted by the state committee. The lapses candidate selection in Payyanur and Taliparamba was accepted self-critically in Kannur district committee review report. അപ്പോൾ ഇത് കേന്ദ്ര കമ്മിറ്റി അക്സെപ്റ്റ് ചെയ്ത, കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള അവലോകന റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പാർട്ടി തിരുത്തൽ വരുത്തണം എന്ന് CPIM കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വിവാദമായ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തിരുത്തലുകൾ ആലോചിക്കുന്നതിനിടയിലാണ് ആ കണ്ണൂരിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രകോപന നീക്കമുണ്ടായിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഈ സമരത്തിൻ്റെ സാഹചര്യമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഇന്ന് ഈ രീതിയിലല്ല പ്രസംഗിക്കേണ്ടിയിരുന്നത് എന്നതാണ്. അവിടെ പാർട്ടി രണ്ട് തട്ടിലാണുള്ളത്. പാർട്ടി അനുഭാവികൾ രണ്ട് തട്ടിലാണ്. ഇപ്പോഴും ആ പ്രശ്നം നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ ആ പ്രശ്നമുണ്ടായതിലും ആ വിഷയം പരിഹരിക്കുന്നതിലും നേതൃത്വത്തിന് വലിയ പാളിച്ചകൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഈ വിഷയത്തിലെ നടപടികളും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുള്ള ഓരോ നീക്കങ്ങളിലും വലിയ പാളിച്ചകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ആ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. ഇത് ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല, ഈ 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിലൂടെ, തെറ്റായ രീതിയിൽ തീരുമാനിച്ചതിലൂടെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് കാസർഗോഡുണ്ടായി, പാലക്കാടുണ്ടായി, മറ്റ് പല മേഖലകളിലുമുണ്ടായി. അത് സംസ്ഥാനം മുഴുവൻ അതൊരു തെറ്റായ സന്ദേശമായി എന്നതാണ് CPIM കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഡെവലപ്മെൻറ്റ് എന്നത് ഇപ്പോൾ ആരോപണ വിധേയനായ മുൻ MLA TI മധുസൂദനൻ ഈ കണക്ക് എന്താണ് കണക്ക് എന്നത് വി കുഞ്ഞികൃഷ്ണനെ ഒരു വക്കീൽ നോട്ടീസ് മുഖാന്തരം അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വക്കീൽ നോട്ടീസ് മുഖാന്തരം അറിയിച്ച കണക്കുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ തന്നെ നേരത്തെ വിശദമായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. പക്ഷേ ഈ കണക്ക് വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അതാണ് വി കുഞ്ഞികൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത്. അന്നൊക്കെ തന്നെ CPIM ഇത് വെളിപ്പെടുത്തുന്നതിൽ നിന്ന് പുറകോട്ട് പോയി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിൽ പോലും അതിന് കൃത്യമായി മറുപടി നൽകിയില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പോലും അത് നിങ്ങളോട് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല, പരസ്യമായി വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് പുതിയ കാലമാണ്. കൃത്യമായ സ്ക്രൂട്ടിനി ഉണ്ടാകും. ജനങ്ങൾ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. നിങ്ങളുടെ കൈകൾ സുതാര്യമാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം അന്നും ഇന്നും എല്ലാ കാലത്തും ഉണ്ടാകണം. അതല്ല എങ്കിൽ ജനങ്ങൾ നിങ്ങളെ തിരുത്തും എന്ന് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെയുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. നോക്കി, ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്ന് പറയുന്നതിൻ്റെ പല കാരണങ്ങളിലൊന്ന് കണ്ണൂരിലെ ഈ സ്ഥാനാർത്ഥി നിർണയമാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന നേതൃത്വത്തിനും ഒഴിഞ്ഞു മാറാനേ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നോക്ക്, ഇവിടെ കേരളത്തിൽ ഇനി പാർട്ടിക്ക് തിരിച്ചു വരണം എങ്കിൽ ഈ കേന്ദ്ര കമ്മിറ്റി ഈ റിവ്യൂ റിപ്പോർട്ടിൽ പറഞ്ഞ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി കേരളത്തിൽ പാർട്ടി നേതൃത്വം നടപ്പാക്കണം. അത് നടപ്പാക്കിയില്ല എങ്കിൽ CPIMന് കേരളത്തിൽ ശക്തമായി തിരിച്ചു വരിക, സംഘടനാപരമായി സംഘടനാ ശക്തി വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല. നോക്കൂ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIMന് വലിയ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടില്ല എങ്കിൽ പോലും വലിയ തകർച്ച, ഒരു CPIM പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയിട്ടില്ല. 37.6% വോട്ടാണ് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 46.5% വോട്ടാണ് UDFന് കിട്ടിയത്. BJP വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടില്ല. 10% വോട്ടിൻ്റെ
വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും 10% വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും BJP വിരുദ്ധ രാഷ്ട്രീയം, ഞാൻ നേരത്തെയൊക്കെ ചർച്ചകളിൽ പറഞ്ഞതുപോലെ BJP വിരുദ്ധ രാഷ്ട്രീയം ഇന്നും കേരളത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം ഒരു അണുയിട വ്യത്യാസമില്ലാതെ ശക്തമായി മുന്നോട്ട് വെച്ച് CPM ഇടതുപക്ഷം കേരളത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കേരളത്തിൽ ഇനി CPM-ന് ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അവിടെ പരിഹരിക്കേണ്ട സംഘടനാ വിഷയങ്ങൾ കൂടിയുണ്ട്. കാരണം പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നവും അക്കാര്യത്തിനൊപ്പം വളരെ വിശദമായി പരിശോധിക്കുകയും അത് പരിഹരിക്കുകയും വേണം. ഏതായാലും പിഴവുകൾ സമ്മതിക്കുമ്പോൾ തന്നെ ആ പിഴവുകൾ സമ്മതിക്കാതെയുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത് ശരിയല്ല. നോക്കൂ, TI മധുസൂദനെ അവിടെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായിപ്പോയി. അവിടുത്തെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ തെറ്റ് സംഭവിച്ചു എന്ന് കേന്ദ്ര നേതൃത്വം ഒരു റിപ്പോർട്ടിലൂടെ വളരെ കൃത്യമായി അവലോകനം ചെയ്ത് സംസ്ഥാന ഘടകത്തോട് നിങ്ങളത് തിരുത്തൂ എന്ന് പറയുമ്പോൾ TI മധുസൂദനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. അവിടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളോട് ഉള്ള ഒരു ബഹുമാനക്കുറവ് നമുക്ക് കാണേണ്ടി വരും. CPM വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെ തന്നെ വളരെ കൃത്യമായി സ്മരിക്കേണ്ടത് മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയാണ്. സീതാറാം യെച്ചൂരി പല കാലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വളരെ കൃത്യമായി കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ദ മാർക്സിസ്റ്റിലും അതുപോലെ തന്നെ PD-യിലുമൊക്കെ തന്നെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓരോ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വിലയിരുത്തുമ്പോൾ അതിൽ എല്ലാ പാളിച്ചകളും വളരെ കൃത്യമായി മുകൾ തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി, അന്തരിച്ച സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകളും പലപ്പോഴും നേതൃത്വത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നേതൃത്വം ചിന്തിക്കുന്ന രീതിയിലായി പോകുന്നു എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്നും റിപ്പോർട്ടിങ്ങുകൾ വരുന്നത് ശരിയല്ല. അതാണ് ഇത്തവണ സംസ്ഥാന ഘടകം തയ്യാറാക്കിയ റിപ്പോർട്ട് പൂർണ്ണമായി കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കാതിരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. പിന്നീട് കേന്ദ്ര നേതൃത്വം അതിൽ ചില തിരുത്തലുകൾ ആവശ്യപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഈ റിവ്യൂ റിപ്പോർട്ടൊക്കെ തന്നെ കൃത്യമായി ചർച്ച ചെയ്ത് അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പാർട്ടി പോകണം. വീണ്ടും 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 അബദ്ധങ്ങൾ ചെയ്തുകൊണ്ട് ഈ പാർട്ടി അണികളെ, പാർട്ടി വിശ്വാസികളെ, ഈ പാർട്ടിയോട് സ്നേഹമുള്ള മനുഷ്യരെ കൂടുതൽ അകറ്റി നിർത്തുന്ന തീരുമാനങ്ങളിലേക്ക് പോകാൻ പാടില്ല. പക്വതയോടുകൂടി ഈ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനങ്ങൾ CPIM സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകണം എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാം. യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് നേതൃത്വത്തെ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതിന് അനുസരിച്ചല്ല KK രാഗേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സുനിൽ, ഇപ്പോൾ മധുസൂദനൻ കോടതിയിലേക്കും കൂടെ പോയിരിക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പ് വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട്. വിധിയെ ചോദ്യം ചെയ്തതെന്നല്ല, ആ തെരഞ്ഞെടുപ്പിലുടനീളം ഉന്നയിച്ച പ്രചാരണ വിഷയങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു, അത് എനിക്ക് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നത് ഒരു വ്യക്തിപരമായ ഒരു കേസായിട്ട് അങ്ങ് അതിനെ കാണുന്നുണ്ടോ? അല്ല, പോകാൻ കഴിയുമോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന്? ഇതിപ്പോൾ TI മധുസൂദൻ്റെ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ, ഇതൊരു തെരഞ്ഞെടുപ്പ് കേസാണെന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായി തോന്നുന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇതിപ്പോൾ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി അത് ചോദ്യം ചെയ്യാൻ കഴിയും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം മധുസൂദനുണ്ട്. അത് കോടതിയിൽ പോകുന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞത് പ്യൂർലി പൊളിറ്റിക്സ് ആണ്, ഇതിന്റെ ഒരു സംഘടനാപരമായ സാഹചര്യമാണ്. ഞാൻ പറഞ്ഞത് CPM-നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ ഒരു തിരുത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വലിയ കുഴപ്പമുണ്ട്, കണ്ണൂരിലെ പാർട്ടിയിൽ വലിയ കുഴപ്പമുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണം, അതിന് ഇന്ന മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കെ നിങ്ങൾ അവിടെ പോയി ഒരു പ്രകോപന പ്രസംഗം നടത്തരുത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്ന ഒരു സമീപനം പാർട്ടി ജില്ലാ നേതൃത്വം എടുക്കാൻ പാടില്ല എന്നതാണ്. കാരണം അവിടെ പാർട്ടി രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആണല്ലോ ഞാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? വോട്ട് രേഖപ്പെടുത്തുന്നതും അഭിപ്രായവും തമ്മിലുള്ള വ്യത്യാസം കണ്ട് Meet the editors.